അടക്കം കിട്ടും. പക്ഷേ നല്ല ഒടുക്കം ഇല്ലെങ്കിൽ കാഹളം കേൾക്കുമ്പോഴും ഇവിടെ തന്നെ കിടക്കും. എൻ്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യണം? ഈ ജഡത്തെ ക്രൂശിക്കണം. അതെന്നെ കൊണ്ട് പറ്റത്തില്ല. ആ സോവർ വാസ് എ ഗുഡ് മാൻ, സംശയമൊന്നും വേണ്ട. സീഡ്സ് വെർ ഹൈ ക്വാളിറ്റി സീഡ്സ്, അതിനും സംശയം വേണ്ട. എന്തുവായിരുന്നു പ്രശ്നം? ഇറ്റ് വാസ് ദ ക്വാളിറ്റി ഓഫ് ദ സോയിൽ. ചുരുക്കം ഒരു വേദഭാഗം നമുക്കത് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യം. എക്സഡസ് ചാപ്റ്റർ 15 വേഴ്സ് 1 and 2. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യം. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. 2-ാം വാക്യം, എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. ആ ഒരു ഭാഗമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ സോങ്. എന്നോട് പറയട്ടെ, ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ സോങ്. യഹോവയാണ് എൻ്റെ ബലം. ദ ലോർഡ് ഗിവ്സ് മീ സ്ട്രെങ്ത് എന്ന് പറയാൻ നമുക്കിഷ്ടമാണ്. പക്ഷെ അവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ദ ലോർഡ് ഗിവ്സ് മീ സ്ട്രെങ്ത് എന്നും ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നും പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ബൈബിളിൽ ചില വാക്യങ്ങൾ നമ്മളാണെങ്കിൽ എങ്ങനെ പറയും? ഗോഡ് ലവ്സ് യു എന്ന് പറയും, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ ബൈബിൾ പറയുന്നത് ഗോഡ് ഈസ് ലവ് എന്നാണ്, അല്ലേ? ദൈവം സ്നേഹം തന്നെ. അതാണ് അതിൻ്റെ വ്യത്യാസം. നമുക്ക് പലപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമുക്ക് ശക്തി തരുന്നു എന്ന് ചിന്തിക്കാനും വിശ്വസിക്കാനുമാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ദൈവമാണ് എൻ്റെ ബലം, അല്ലേ? ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഇത് മോശ മാത്രമല്ല, പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പം ദാവീദും ഇത് തന്നെ പറയും. തൻ്റെ സങ്കീർത്തനം എടുത്ത് നോക്കിയാൽ അറിയാം. 18-ാം സങ്കീർത്തനം 2-ാം വാക്യം, Psalm 18 verse 2. 18-ാം സങ്കീർത്തനം 2-ാം വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. എൻ്റെ ദൈവം ഇത്രയും കാര്യങ്ങളാണ്, അല്ലേ? 7 കാര്യം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒറ്റ വാക്യത്തിൽ 7 കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ദൈവം ആരാ? നമുക്ക് പലർക്കും എൻ്റെ ദൈവം അത്ര തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. ദ ലോർഡ് ഈസ് മൈ ഗോഡ്, അത്രയേ ഉള്ളൂ. അല്ല, ലോട്ട് ഓഫ് തിങ്സ്. ഇവിടെ എത്ര കാര്യമാണ്. സങ്കീർത്തനം 28:7 ദാവീദ് വീണ്ടും പറയുക, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ ഷീൽഡ്. എൻ്റെ നേരെ ശത്രു ഈ പറഞ്ഞ പോലെ തീയമ്പുകൾ അയക്കുമ്പം അതിനെ തടുക്കുന്നത് ഞാൻ പോലുമല്ല, യഹോവ എൻ്റെ പരിച. എത്ര പേർക്ക് രാമയും പറയാം, അല്ലേ? ദൈവമക്കൾക്ക് നേരെ, ദൈവസഭകൾക്ക് നേരെ എല്ലാം ഇന്ന് പിശാച് പല തരത്തിലുള്ള ആയുധങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതിനെ നമ്മളല്ല കയറി തടുക്കേണ്ടത്. എൻ്റെ ദൈവം എൻ്റെ പരിച. ഞാൻ അവനെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. എൻ്റെ കർത്താവ് എൻ്റെ മുൻപിലുണ്ടെങ്കിൽ എന്തു തന്നെ വരട്ടെ അതിനെ തടയുവാനുള്ള ഉത്തരവാദിത്വം എൻ്റെ കർത്താവിനാണ്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? അതിൽ നമുക്ക് ധൈര്യപ്പെടാം. നമ്മുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ, നമ്മുടെ പരിചയമായി ഉണ്ടെങ്കിൽ, നമ്മുടെ ബലമായി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടണം? എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു. എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് എൻ്റെ ബലമായി എൻ്റെ പരിചയമായി ഉണ്ടെങ്കിൽ എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിലായിരിക്കും, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. ദൈവം നമ്മുടെ ബലമായിരിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലൊരു ഉല്ലാസം വരത്തുള്ളൂ. ഇന്ന് പലപ്പോഴും സഭയിലേക്കൊക്കെ നോക്കിയാൽ അത് ഒരിടത്തെ മാത്രം കാര്യമല്ല, മിക്കവാറും പലയിടത്തും ഉള്ള പ്രശ്നം, എല്ലാവരും ഇങ്ങനെ കിന്നരങ്ങളൊക്കെ തൂക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ എന്തോ കപ്പൽ മുങ്ങിയ പോലെ എല്ലാവരും ഇരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. ആലോചിച്ച് നോക്കി, ആരുടെയെങ്കിലും കപ്പൽ മുങ്ങിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്? കാര്യം നമ്മുടെ ഉള്ളിൽ ആ ഉല്ലാസം പോയി. കാര്യം നമ്മുടെ ബലമായ ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ നിന്ന് നമ്മൾ സഹായം നമ്മൾ പ്രാപിച്ചിട്ടില്ല. നമ്മളിപ്പോഴും നമ്മുടെ ബലത്തിൽ ആശ്രയിക്കുന്നത്, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നത്. നമുക്കൊരു അസുഖം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാശുണ്ട്, ഡോക്ടറെ കാണാം, ആശുപത്രിയുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പിന്നെന്തോ വേണം? ദൈവത്തിൻ്റെ ആവശ്യം എന്താ? ഇതുപോലെയാണ് പല കാര്യങ്ങളിലും. നമ്മുടെ ശക്തിയിലും നമ്മുടെ ബുദ്ധിയിലും കാര്യങ്ങൾ നമ്മൾ നേടി നമ്മൾ അതങ്ങ് പരിചയിച്ചു പോയി. അതുകൊണ്ട് ദൈവം എൻ്റെ ബലം എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല പ്രിയപ്പെട്ടവരെ.
അതേസമയത്ത് ദൈവം എൻ്റെ ബലമായിരുന്നെങ്കിൽ എൻ്റെ സങ്കടത്തിൽ, എൻ്റെ ആവശ്യത്തിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ച് സഹായം പ്രാപിച്ച്, അല്ലേ, ആ സഹായം എനിക്ക് ലഭിക്കുമ്പോൾ എൻ്റെ ഉള്ളം ഉല്ലാസം കൊണ്ട് നിറയും. എന്നിട്ട് ഉല്ലാസം കൊണ്ട് നിറയല്ല, അടുത്തത് പാട്ടോടെ ഞാനവനെ സ്തുതിക്കും. ഇതാണ് സഭ ഒരുമിച്ച് വരും, എല്ലാവരും ചേർന്ന് ഹൃദയത്തിൽ ഉല്ലാസം കൊണ്ട് എല്ലാവരും പാട്ടോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കിയേ. അതെന്ത് മനോഹരമായിരിക്കും. നമ്മളെല്ലാം സ്വർഗത്തിൽ പോയിട്ട് ഒരുമിച്ച് നമ്മൾ ആ ഹെവൻലി കൊയറിൻ്റെ കൂടെ പാടാതിരിക്കുക. ഇത് ഭൂമിയിൽ വെച്ച് പാടി തുടങ്ങണം. എല്ലാവരും ചേർന്ന് ഹൃദയത്തിൽ ഉല്ലാസം നിറഞ്ഞ് പാട്ടോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. 118 സങ്കീർത്തനം 14 വാക്യം, 118:14, യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു, അവനെനിക്ക് രക്ഷയായും തീർന്നു. ഹീസ് മൈ സ്ട്രെങ്ത്, അല്ലേ, അവൻ എൻ്റെ ബലവും എൻ്റെ കീർത്തനവും. പിന്നീട് അങ്ങനെ പോയാൽ സങ്കീർത്തനത്തിൽ ഇഷ്ടംപോലെ വാക്യമുണ്ട്. ഇനി സങ്കീർത്തനങ്ങൾ മാത്രമല്ല, യെശയ്യാവും യെരമ്യാവും ഹബക്കൂക്കും എല്ലാം ഇതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെ, ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്, ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പം അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, എഫീഷ്യൻസ് 6:10, എഫേസ്യർ 6:10, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പം നമ്മുടെ ബലം, നമ്മുടെ ശക്തി ആരിലായിരിക്കണം? കർത്താവിൽ ശക്തിപ്പെടണം. ഇംഗ്ലീഷിൽ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് എന്നെൻ്റെ ചോദ്യം, നമ്മൾ കർത്താവിൽ ശക്തിപ്പെട്ടവരാണോ, ശക്തിപ്പെടുന്നവരാണോ? ഇതൊരു ചോദ്യം ചോദിക്കണം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കൊത്തിരി വീക്ക്നെസ് ഉണ്ട്, അല്ലേ? വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വീക്ക്നെസ് തീർച്ചയായിട്ടും നമുക്കുണ്ട്. എക്കണോമിക്കൽ വീക്ക്നെസ്, സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. മെൻ്റലി ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. സ്പിരിച്വലി ഞാൻ ആത്മീയമായിട്ട് തകർന്നിരിക്കുന്നു. ഞാൻ ചിലപ്പം പറയും, ബൈബിളിൽ തന്നെ ചില വീക്ക്നെസ്സസ് ഉണ്ട്. ഒരു 5 വീക്ക്നെസ് ഞാൻ ആദ്യം പറയാം. അതിൽ ഒറ്റൊരു കാര്യം മാത്രമേ ഞാനൊന്ന് പറയുന്നുള്ളൂ. മൈ ഫ്ലെഷ് ഈസ് വീക്ക്. എന്താണ്? എൻ്റെ ജഡം ബലഹീനമാണ്. ഒന്ന് മനസ്സിലാക്കണം പ്രിയ, നമ്മളെത്ര ആത്മീയരെന്ന് പറഞ്ഞാലും, നമ്മളെത്ര പാടി പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞാലും, നമ്മളെത്ര ദൈവമക്കളെന്ന് പറഞ്ഞാലും, നമ്മളൊരു ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡം എന്താണ്? ബലഹീനമായൊരു ജഡം. വി ലിവ് ഇൻ എ ഫ്ലെഷ് വിച്ച് ഈസ് വീക്ക്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പലരുടെയും പ്രശ്നം, ദേ ഡോണ്ട് കൺഫസ് ദർ വീക്ക്നെസ്സസ്. അവരുടെ ബലഹീനത ഒരിക്കലും അവർ തുറന്നു പറയത്തില്ല, ഏറ്റു പറയത്തില്ല, അവർ വെളിപ്പെടുത്തത്തുപോലുമില്ല. കാര്യം എന്താ? അങ്ങനെ ഞാൻ വെളിപ്പെടുത്തിയ മറ്റുള്ളവരൊക്കെ എന്നെ താഴ്ത്തിക്കാണും. ദേ വിൽ ലുക്ക് ഡൗൺ ഓൺ മീ. അതാണ് അടുത്ത പ്രശ്നം. പക്ഷേ വേദപുസ്തകത്തിൽ പലരുടെയും കാര്യം എടുത്ത് നോക്കിയാൽ ദേ വർ നോട്ട് ഷൈ. അവർ ലജ്ജിച്ചിരുന്നില്ല, അവർ തുറന്നു പറഞ്ഞു. അവരുടെ വീക്ക്നെസ് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 6 സങ്കീർത്തനം 2 വാക്യം സങ്കീർത്തനക്കാരൻ പറയുക, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. ഇവിടെ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ ദൈവത്തോട് പറയുക, എന്താണ് തളർന്നിരിക്കുന്നത്? യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു. അടുത്തത്, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. അല്ല, എൻ്റെ അസ്ഥികളൊക്കെ ഭ്രമിച്ചിരിക്കുന്നു. അത് വെറും ഒരു ക്ഷീണം മാത്രമല്ല, ഞാൻ ആകെ തളർന്നിരിക്കുക. എന്നെ എന്ത് ചെയ്യണം? ഒന്ന് സൗഖ്യമാക്കണമേ കർത്താവേ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് വന്നാലും അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 11:30, 2 കൊരിന്ത്യൻസ് 11:30. താനെന്താ പറയുന്നത്? പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. നമ്മൾ ആരെങ്കിലും ബലഹീനതയിൽ പ്രശംസിക്കുമോ? അല്ലേ? നമ്മൾ പ്രശംസിക്കുമെങ്കിൽ നമ്മളെ സ്ട്രെങ്തിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം 12th കഴിഞ്ഞപ്പോൾ A+++++ കിട്ടി. എന്തൊരു പ്രശംസയായിരുന്നു! വാ, നിങ്ങളെല്ലാവർക്കും മെസ്സേജ് അയച്ചു, എൻ്റെ മോൾ അതാണ്ട് +++++. നിങ്ങളുടെ മോൻ തോറ്റിരുന്നെങ്കിൽ പറയുമായിരുന്നു, ഞങ്ങളുടെ മോള് തോറ്റുപോയി, ഇന്ന് വൈകിട്ടൊരു അടുത്ത ചൊവ്വാഴ്ച പക്ഷേ സ്തോത്ര പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിലാണ്. എന്തു പറ്റി? മോള് തോറ്റുപോയി. ഇന്ന് വരെ ആരെങ്കിലും ഒരു തോറ്റതിന് പ്രാർത്ഥന വെച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം അത് നമ്മൾ അതൊരു വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. അയ്യോ എൻ്റെ കുഞ്ഞ് പഠിച്ചില്ല, എന്നിട്ട് തോറ്റുപോയി, അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെപ്പോഴും പ്രശംസിക്കുന്നത് ബലഹീനതയിലല്ല, അല്ലേ? നമുക്കൊരു ബലം ഉണ്ടാകുമ്പോൾ നമ്മളത് പ്രശംസിക്കും. പക്ഷെ പൗലോസ് പറയുക, എനിക്ക് എന്തെങ്കിലും പ്രശംസയുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതയിൽ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പം ഇന്ന് ഈ ഫ്ലഷ് ഇസ് വീക്ക് എന്ന് പറയുമ്പം ഇതാദ്യം നമ്മളെ പഠിപ്പിച്ചത് അപ്പോസ്തലന്മാർ പോലും അല്ല, യേശു തന്നെയാണ് പറഞ്ഞത്. ആരോടാ പറഞ്ഞേ? തൻ്റെ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് പത്രോസിനോട് പറഞ്ഞു. പത്രോസ് ഇച്ചിരി ഓവർ സ്മാർട്ടാവുന്ന ഒരാളാണ്, പുള്ളിക്ക് ഇച്ചിരി എടുത്തിയാട്ടമുണ്ട്. ഓവർ സ്മാർട്ടായപ്പം കർത്താവ് ഒരു ചെറിയ കൊട്ട് കൊടുത്തു, മോനെ എടാ കുട്ടാ, ഒരുപാട് വേണ്ട കേട്ടോ, ഓവറാവല്ലേ. എന്താ പ്രശ്നം? അവിടെ ഒരു കാര്യം പറഞ്ഞു, മത്തായി 26:41, മാത്യു 26:41. എന്താണ്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ
ബലഹീനമത്രേ. യുവർ സ്പിരിറ്റ് ഈസ് വില്ലിങ്, ദാറ്റ്സ് റൈറ്റ്, ബട്ട് യുവർ ഫ്ലെഷ് ഈസ് വീക്ക്. ആത്മാവ് ഒരുക്കമുള്ളതാണ്, സംശയമൊന്നും വേണ്ട. പക്ഷേ ജഡം ബലഹീനമാണെന്നൊരു സത്യം അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വാച്ച് ആൻഡ് പ്രേ. ഇന്ന് നമ്മൾ ഓർക്കണം, നമ്മളും മനുഷ്യരാണ്. നമ്മൾ പറഞ്ഞാൽ ആത്മാവാണ്, ശരിയാണ്, നമുക്കൊരു ദേഹിയുണ്ട്, അതും ശരിയാണ്. പക്ഷേ നമ്മൾ വസിക്കുന്നതൊരു ശരീരത്തിലാണെങ്കിൽ ഈ ശരീരത്തെയും ദേഹിയും ചേർത്താണ് ബൈബിൾ ഫ്ലെഷ്, ജഡമെന്ന് പറയുന്നത്. നമ്മളും ഈ ജഡത്തിലാണ്, അല്ലേ? ഈ ജഡത്തിൽ നമ്മൾ വസിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ബലഹീനമായൊരു ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നത്. അവിടെ ധാരാളം ദൈവകൃപ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത്രയും പ്രാർത്ഥനയോടെ നമ്മളായിരിക്കണം. ഇന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ പ്രലോഭനങ്ങൾ വരും, ടെംപ്റ്റേഷൻസ്. അതാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ ടെംപ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഈ വീണു പോകുന്നത് നമ്മുടെ ജഡമാണല്ലോ. അപ്പം ഈ ടെംപ്റ്റേഷൻസ് വരുമ്പം അവിടെ അപ്പോസ്തലൻ്റെ മറ്റൊരു കൺഫെഷൻ നോക്കിയേ. റോമാലേഖനം 7-ാം അധ്യായം 15-ാം വാക്യം ആദ്യം, പിന്നീട് 19. റോമർ 7:15. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. പൗലോസ് പറയാ, ഞാൻ എന്തുവാ ചെയ്യുന്നത്? ഞാൻ ഉദ്ദേശിച്ചതല്ല ഈ ചെയ്യുന്നത്. അടുത്തത്, ഞാൻ പകയ്ക്കുന്നത്, വിച്ച് ഐ ഹേറ്റ് ഐ എൻഡ് അപ്പ് ഡൂയിങ്. ഞാൻ ഒരിക്കലും ചെയ്യരുതെന്ന് ചിന്തിക്കുന്നത്, ഞാൻ വെറുക്കുന്ന കാര്യം അതാണ് ഞാൻ ചെയ്യുന്നത്. പൗലോസിന് അത് തുറന്നു പറയാൻ ഒരു മടിയില്ല. നമ്മൾ പറയൂ, ഞാനതൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല, ഞാൻ വളരെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാൽ വന്ന, പക്ഷേ എന്ത് ചെയ്യാനാ, അങ്ങനെ അങ്ങ് പെരുമാറിപ്പോ, അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വന്നു, അങ്ങനെ ഞാനങ്ങ് പ്രവർത്തിച്ചു. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ 19-ാം വാക്യം പൗലോസ് തന്നെ പറയുക, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. അവിടെ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് വന്നത്, പക്ഷേ അവസാനം എന്തു പറ്റി? നന്മയല്ല ചെയ്തത്, എന്താണ്? തിന്മ. നമ്മൾ മലയാളത്തിൽ പറയും, ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കല്ലേ എന്ന് പറയും. ഇവിടെ പൗലോസ് പറയുക, ഞാൻ സത്യം പറഞ്ഞ് ഉപകാരം ചെയ്യാനാണ് വന്നത്, പക്ഷേ അവസാനം ഞാൻ ചെയ്തത് ഉപദ്രവമായിപ്പോയി. അന്ന് ഈ പഴഞ്ചൊല്ലില്ലാത്തതുകൊണ്ടാണ് അത് ബൈബിളിൽ വരാത്ത കേട്ടോ, അല്ലേ? ഞാൻ ഇച്ഛിക്കാത്ത തിന്മ. നമ്മളാരും തിന്മ ഇച്ഛിക്കുന്നില്ല, നന്മയാണ് നമ്മൾ ഇച്ഛിച്ച് ചെയ്യാൻ വരുന്നത്, പറയാൻ വരുന്നത്, പ്രവർത്തിക്കാൻ വരുന്നത്, അല്ലേ? പക്ഷേ വി എൻഡ് അപ്പ് ഡൂയിങ് ഈവിൽ എന്നാണ് അവിടെ ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞു വാട്ട് ഐ ഹേറ്റ് വിച്ച് ഐ ഡു, അല്ലേ? ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാരണം എന്താണെന്നും കൂടെ പൗലോസ് പറയും. 20-ാം വാക്യം, അതിൻ്റെ എൻ്റെ അടുത്ത വാക്യം വായിച്ചേ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, അഭിഷേകം പ്രാപിച്ചവരാ, വേർപെട്ടവരാ, കാര്യമൊക്കെ ശരി. പക്ഷേ നമ്മുടെ അകത്തൊരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്താണ് നമ്മളിങ്ങോട്ട് വന്നത്. ഏത് സോഫ്റ്റ്വെയർ? പാപമെന്നൊരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോഴേ അങ്ങനെ തന്നെയാണ് വന്നത്, അല്ലേ? പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, ഞാൻ ജനിച്ചപ്പോഴേ അങ്ങനെയാണ് വന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഒരു സത്യമുണ്ട്. അത് പൗലോസ് അത് സമ്മതിക്കുന്നു, അല്ലേ? ഈ പാപം എൻ്റെ ഉള്ളിലുണ്ട്, അല്ലേ? ഈ പാപത്തിൻ്റെ ശക്തി ഇപ്പോഴും ഉണ്ട്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടി, അല്ലേ? ആ പെനാൽറ്റി ഓഫ് സിൻസ്, ഓക്കെ, ദാറ്റ്സ് ഐ എം ഫോർഗിവൻ. പക്ഷേ ദ പവർ ഓഫ് സിൻ ഇസ് സ്റ്റിൽ ദെയർ. പാപത്തിൻ്റെ ശക്തി ഇപ്പോഴും ഉണ്ട്. ആ ശക്തി ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവം വളരെ കൃപ തന്നെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കണം. ഇനി നാളെ ഒരു കാലം വരും, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ കർത്താവ് വിടുവിക്കും, എന്നെ രക്ഷിക്കും, അല്ലേ? ദ വെരി പ്രസൻസ് ഓഫ് സിൻ നാളെ ഇല്ല. പക്ഷെ അതെന്നാ? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവില്ല. അതുവരെ നമുക്ക് എന്തുണ്ട്? ഈ പാപത്തിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട്. ആ ശക്തിയെ നമുക്ക് എങ്ങനെ ജയിച്ച് കീഴടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ വചനത്തിലേക്ക് നമ്മൾ വരുന്ന, പ്രിയപ്പെട്ടവരെ. അപ്പം ഇന്ന് റോമർ 7-ാം അധ്യായത്തിൽ ഈ പൗലോസ് പറയുന്നത് പാപം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാപം ചെയ്യാനൊരു ലൈസൻസ് അല്ല. ഒത്തിരി പേര് പറയാറുണ്ട്, നമ്മൾ മനുഷ്യരല്ലേ ബ്രദറെ, നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ലൈസൻസ് അല്ല. അത് ആ അറിവ് നമുക്ക് വേണം. ഞാൻ മനുഷ്യനാണ്, എൻ്റെ ഉള്ളിൽ പാപമുണ്ടെന്നൊക്കെ ഓർക്കണം. പക്ഷേ അതൊക്കെ പറയുമ്പോഴും റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 23, 24, 25 അവിടെയാണ് നമ്മൾ വായിക്കേണ്ടത്. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതായത് ദ ലോ ഓഫ് സിൻ എന്നൊരു സാധനം കിടപ്പുണ്ട്. പക്ഷേ അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും?
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ: ദൈവത്തിൻ്റെ പ്രമാണം, രണ്ട് പാപത്തിൻ്റെ പ്രമാണം. ഇത് രണ്ടും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്, അല്ലേ? നമ്മൾ മരിക്കുമ്പോഴേ മറ്റേ പ്രമാണം തീരുന്നുള്ളൂ. അതുവരെ ഈ പാപത്തിൻ്റെ പ്രമാണം കിടപ്പുണ്ട്. ഏത് സമയത്തും വേണേൽ തട്ടി ഉണർത്താം. അതാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങിയൊക്കെ കിടക്കും. നമ്മളില്ല പോയെന്നൊക്കെ വരും. ഇല്ല, ഒന്ന് തട്ടിയാൽ പെട്ടെന്ന് എണ്ണിക്കും. അപ്പോൾ അവിടെയാണ് ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് ആണ് 8-ാം അധ്യായത്തിലേക്ക്, റോമർ 8 വരുമ്പം 2:9, റോമർ 8 2:9 വായിക്കുമ്പം അവിടെയാണ് നമുക്ക് ആശ്വാസം തരുന്നത്. എന്താണ് ആശ്വാസം? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതിനൊരു ഹല്ലേലൂയ പറയാമോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഡിപ്രസിങ് ആയിരുന്നു, ഒരർത്ഥത്തിൽ നെഗറ്റീവാണ് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ അപ്പോസ്തലന്മാർ നെഗറ്റീവ് പറഞ്ഞ് നെഗറ്റീവിൽ നിർത്തിയിട്ട് പോകത്തില്ല. അവരെന്ത് ചെയ്യും? പോസിറ്റീവായിട്ട് കൊണ്ടുവരും അതിനെ. എന്താണ്? എനിക്കൊരു വേറൊരു പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നൊരു പ്രമാണമുണ്ട്. അതെനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അടുത്തത് 8-ാം വാക്യം: ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ദി സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്, ജഡത്തിലെ പ്രശ്നങ്ങളുണ്ട്, എല്ലാ ടെംപ്റ്റേഷൻസും എല്ലാ മനുഷ്യരെ പോലെ നമുക്കുമുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ജയിക്കുവാനുള്ള ഒരു മെക്കാനിസം കൂടെ കർത്താവിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്, തൻ്റെ ആത്മാവിനെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അവിടെ ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എല്ലാവരോടും പറയുക, ആ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചോണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഉടനെ എൻ്റെ തിയോളജിയിലേക്ക് വന്നിട്ട് തർക്കിക്കരുത്. അത് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വന്നു. അതെ, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി തുടങ്ങി. പക്ഷെ അത് മാത്രം പോരാ. നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാപിച്ച് ആ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എങ്കിൽ മാത്രമേ, എന്താണ് റോമർ 6:14 വരുമ്പോഴാണ്, 8-ാം വാക്യത്തിൽ നേരത്തെ വായിച്ചത്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം, ആത്മാവിനെ പ്രാപിച്ച് ഈ ജഡത്തെ നാൾതോറും ഞാൻ ക്രൂശിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എനിക്കെൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. എത്ര പേർക്ക് മനസ്സിലായി? എൻ്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണം? ഈ ജഡത്തെ ക്രൂശിക്കണം. അതെന്നെ കൊണ്ട് പറ്റത്തില്ല. നേരത്തെ പറഞ്ഞു പൗലോസിനെ കൊണ്ട് പറ്റിയില്ലല്ലോ, പിന്നാണോ നമ്മളെ കൊണ്ട്, അല്ലേ? ഞാൻ ഉദ്ദേശിക്കാത്തത് ചെയ്യുകയും ഉദ്ദേശിക്കുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പൗലോസ് പറഞ്ഞപ്പം, ഇന്ന് ഈ ജഡത്തെ ക്രൂശിച്ച് ദണ്ഡിപ്പിച്ച് അടിമയാക്കി എനിക്ക് അവിടെ ജയമെടുക്കണമെങ്കിൽ അതിന് എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ നല്ല ആഗ്രഹങ്ങളും പറ്റത്തില്ല, അതുകൊണ്ടും പറ്റത്തില്ല, അല്ലേ? എൻ്റെ മൊറാലിറ്റി, ഞാൻ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചോളാം, അതുപോലെ പറ്റത്തില്ല, അതൊന്നും കൊണ്ട് പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കൊരു ജയജീവിതം നയിക്കുവാൻ കഴിയും. പ്രിയ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെല്ലാവരും ധൈര്യപ്പെടുത്തുക, നമുക്കൊരു ജയജീവിതം നയിക്കുവാൻ കഴിയും. അതാണ് പ്രധാനം, അല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് തീരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ആത്മാവ് എന്നെ ഈ പറഞ്ഞ പോലെ ജഡത്തെ ജയിക്കുവാൻ എന്നെ സഹായിക്കുക മാത്രമല്ല, ഞാൻ മരിച്ചു മണ്ണിൽ പോയാലും എൻ്റെ കാഹളം കേൾക്കുമ്പോൾ എന്നെ ഉയർപ്പിച്ച് അവിടെ എത്തിക്കുവാനും ഈ പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും കൊണ്ട് സെമിട്രി കൊണ്ട് അവസാനം പെട്ടി അടച്ച് മുഖവും മൂടി മണ്ണ് വിട്ടേച്ചെങ്കിൽ പോരും, അല്ലേ? എന്നിട്ട് അവിടെ നിന്ന് അവസാനം ഞങ്ങൾ പാസ്റ്റർമാർ പറയേണ്ട ഒരു വാക്കുണ്ട്. എന്താണ്? നീയോ എഴുന്നേറ്റ് വരും. ഈ എഴുന്നേറ്റ് വരുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങ് വരും. എല്ലാവരും കൂടെ അതിനൊരു ആമേനും അല്ലേലിയും പറയും. പക്ഷേ എഴുന്നേറ്റ് വരുമെന്ന ഗ്യാരണ്ടി പാസ്റ്റർക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെയുള്ള ഞങ്ങൾ എൽഡേഴ്സ് ആരും തരത്തില്ല. ആ ഗ്യാരണ്ടി നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാ ആ വീണ്ടെടുപ്പ് നാളിൽ നിങ്ങളെ ഉയർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ഗൗരവമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. എത്ര അധികം നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം പ്രിയപ്പെട്ടവരെ. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. ഞാൻ കാര്യമായിട്ട് പറയാം, നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. ആത്മീയരായി നമുക്ക് ജീവിക്കാം, ആത്മീയരായി നമുക്ക് വളരാം, ആത്മീയരായി നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാം, ആത്മീയരായി നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരുപക്ഷെ കർത്താവിൻ്റെ വരവ് അല്പം കൂടി നീണ്ടുപോയാൽ അതിനുമുമ്പ് നമ്മൾ തട്ടിപ്പോത്തില്ല എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? നമ്മുടെ ആയുസ് ഈ പറഞ്ഞ 4 വിരൽ രാവിലെ മുളച്ച് വന്ന് വൈകിട്ട് വാടി പോകുന്നത് പോലെ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഏത് സമയം നമ്മളങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു അടക്കമൊക്കെ കിട്ടും. അല്ല ചോദിക്കുക, നമുക്ക് കിട്ടുന്ന അടക്കമൊക്കെ എന്ന് ചിന്തിച്ച് നോക്കി. ഇവിടെ ഇങ്ങനെ ആ കേരള മോർച്ചറിയുടെ നല്ലൊരു മൊബൈൽ മോർച്ചറി കുഞ്ഞോ കൊണ്ട് വയ്ക്കും.
അത് കഴിഞ്ഞ് എന്താണ്, നല്ല പൂക്കൾ, ഇതുപോലൊന്നുമല്ല, നല്ല പൂക്കളൊക്കെ വയ്ക്കും. ഇതിന് നിങ്ങളിങ്ങനെ വളരെ നന്നായിട്ട് 2 സൈഡിലും ഇരിക്കും. അവസാനം നിങ്ങൾ വരിയായിട്ട് വന്ന് ഒന്ന് സ്വപ്നം കണ്ടേ, നല്ലൊരടക്കം കിട്ടും. പക്ഷേ നല്ല ഒടുക്കം ഇല്ലെങ്കിലേ കാഹളം കേൾക്കുമ്പോഴും ഇവിടെ തന്നെ കിടക്കും. അതെന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കുക. കർത്താവ് വന്നിട്ട് പോയിട്ട് പിന്നെ ഇവിടെ അടുത്ത ഞായറാഴ്ച സഭായം നടത്താൻ വന്നാൽ എങ്ങനെ ഇരിക്കും? വിടുമോ നിങ്ങൾ എന്നെ? ഇവിടെ ഞങ്ങൾ ഇതെല്ലാം കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർത്തു. അടുത്ത ദിവസം ഞായറാഴ്ച നമ്മൾ വാട്സാപ്പ്, ഇന്ന് രാവിലെ ആരാധന. ആലോചിക്കുക, എന്തൊരു നാണക്കേടായിരിക്കും. പക്ഷെ ഉറപ്പാണ് ചില സഭകൾ അന്നുകൂടെ കാണും കേട്ടോ. അന്നുകൂടെ സഭകളും കാണും, കുറേ വിശ്വാസികളെന്ന് പറയുന്നവരും കാണും, കുറേ പാസ്റ്റർമാരും കാണും. പക്ഷേ നമുക്കങ്ങ് പോകണം പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ വരവിൽ പോകണം. ആദ്യം ചില സ്വാർത്ഥത ആയിക്കോട്ടെ, ബി സെൽഫിഷ് ഇൻ ദാറ്റ് വേ. ആര് പോയില്ലേ എനിക്ക് പോകണം അല്ലേ, മറ്റാരെയും കൊണ്ടുപോകാന്നുള്ള ഗ്യാരണ്ടി ഒന്നും നമുക്കില്ല. പക്ഷേ ഞാൻ പോകും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ കാര്യത്തിൽ ആദ്യം എൻ്റെ പ്രാണനെ ഞാൻ ബ്ലെയിംലെസ് ആയിട്ട് കർത്താവിൻ്റെ സന്നിധി സൂക്ഷിച്ച് എനിക്കങ്ങ് പോകണം. അവിടെ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അവിടെ മനോഹരമായൊരു പദം അവിടെ പൗലോസ് കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അതിൻ്റെ അർത്ഥം, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലോ ഓഫ് സിൻ ഉണ്ട്, ഈ പറഞ്ഞ ഒരു പ്രമാണമുണ്ട്. പക്ഷേ ആ പ്രമാണത്തിനല്ല നിങ്ങളിപ്പം കീഴ്പ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു പ്രമാണം അല്ലേ, ആത്മാവിൻ്റെ ഒരു പ്രമാണമുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിച്ച് നിങ്ങൾ ആ കർത്തൃത്വത്തിന് കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പാപത്തിൻ്റെ പ്രമാണത്തിൻ്റെ കീഴിലല്ല അല്ലേ. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പദം എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടുത്തെ ആ വാക്ക് കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ദ മോസ്റ്റ് ഗ്ലോറിയസ് വേർഡ് ഒരർത്ഥത്തിൽ എന്താണ്? കൃപ എന്നുള്ള വാക്ക്. പക്ഷേ ആ വാക്കിനെ ഒത്തിരി വലിച്ച് നീട്ടിക്കൊണ്ടുപോയി ഒത്തിരി അതിനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്ന് നമുക്ക് ആ പേര് പറയാം, ആ വാക്ക് പറയാൻ ഇച്ചിരി പേടിയുണ്ട്, ഉള്ള പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമെന്ന്. പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കൃപയ്ക്കാണ് അധീനരെങ്കിൽ, ഈ കൃപയെന്ന് പറഞ്ഞത് എനിക്ക് എന്തും കാണിക്കാനുള്ള ലൈസൻസ് അല്ല. ഇന്ന് ഒത്തിരി പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കൃപയുണ്ടല്ലോ, എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല, അവസാനം എന്ത് ചെയ്യണം? കൃപയുണ്ടല്ലോ. ഈ കല്യാണത്തിന് ചെല്ലുമ്പോഴേ അവസാനം കൊണ്ടുവന്നിട്ട് ഡെസേർട്ട് എല്ലാം ചെന്ന് വലിച്ച് വാരി കയറ്റും. ഇപ്പം ചില ഷുഗറല്ലേ, പോയി ഇൻസുലിൻ്റെ ഡോസ് കൂട്ടിയാൽ മതി. കാര്യം അവർക്കറിയാം, ഉള്ള ഐസ്ക്രീം എല്ലാം അടിച്ച് ഉള്ള കേക്കും വിഴുങ്ങി വെച്ച് അവസാനം വീട്ടിൽ പോയി ഡോസ് കൂട്ടിയാൽ മതി. അപ്പം നമ്മൾ ഈ ഡോസ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ഇതുപോലെ ഈ ഇൻസുലിൻ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ നമ്മൾ കൃപയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉള്ള മധുരം എല്ലാം കൂടെ അടിച്ചാൽ, ഉള്ള പാവം എല്ലാം കൂടെ ചെയ്താൽ അവസാനം തട്ടിപ്പോയിട്ട് കൃപയെ പറയരുത്. ഈ കൃപയെന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ ചർച്ചിൽ പണ്ടത്തോ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു മെൻസ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അതാദ്യം വീടുകളിലായിരുന്നു, ചർച്ചിലല്ല, അന്ന് ഈ കെട്ടറോ ഇല്ല, സോറി. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ പീതാംബരനങ്ങൾ, നമ്മുടെ അലക്സാണ്ടർനങ്ങൾ, നമ്മുടെ PM ജെവറീസങ്ങൾ, ഇങ്ങനെ കുറേ പ്രായമുള്ള അവരെല്ലാം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലാണ്. അവരെല്ലാം കൂടെ വന്നാണ് ഫെലോഷിപ്പ്. അന്നൊരു ദിവസം ബ്രദർ സാജു മാത്യു അന്ന് വൈകിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അടുത്ത ദിവസം ഇവിടെ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. അന്നെന്തൊരു അവധി ദിവസം ഇവിടെ ഒരു മീറ്റിങ്ങിന്, അപ്പോൾ തലേന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുക. അപ്പോൾ ഈ മെൻസ് ഫെലോഷിപ്പിന് എല്ലാവരും വന്നപ്പം നമ്മൾ സാജു നേട്ടെ വി ആർ സം ബ്രദേഴ്സ് ആർ ഹിയർ, വോണ്ട് യു കം, വന്നിരുന്നു. അന്ന് അങ്ങനെ തുടങ്ങിയപ്പം അന്ന് ഒരു 2 ചേരി തിരിഞ്ഞൊരു ഭയങ്കര തർക്കം. എന്താ തർക്കം? കൃപ. ഒരു കൂട്ടർ കൃപ, ഒരു കൂട്ടർ അല്ല കൃപ വലിയ കുഴപ്പമാണ്, അയ്യോ അതങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗലിസം ഒരു ഭാഗത്തും കൃപ ഒരു ഭാഗത്തും കൂടെ 2 പേരും കൂടെ ഒരു വലിയ ഡിബേറ്റ് പോലെ നടക്കുക. അപ്പം ഞാനും ഈ സാജുവും കൂടെ ഇങ്ങനെ റെഫറീസ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അവിടെ അവസാനം ഞങ്ങൾ കൺക്ലൂഷനിലെത്തിയത്, അമേരിക്കയിൽ ഏതോ ഒരു വലിയ പാലം, അത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണെന്ന് തോന്നുന്നു, ആയിരുന്നു, ഒരു വലിയ പാലം പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ഒരു എഞ്ചിനീയർ നോക്കിയപ്പം ഈ പണി സമയത്ത് ചില വർക്കേഴ്സ് കാല് തെന്നിയൊക്കെ താഴെ വീഴും, നേരെ വെള്ളത്തിൽ പോകും. അമേരിക്കയിലെ ഈ താഴത്തെ റിവറൊന്നുമല്ല, ലേക്ക് എന്ന് പറഞ്ഞാൽ കടൽ പോലെ വീണാൽ പിന്നെ ഒരു രക്ഷയില്ല, പോയി. അങ്ങനെ ഈ പണി തുടങ്ങി മുന്നോട്ട് വന്നപ്പോൾ ഒത്തിരി എണ്ണം പൊഴിഞ്ഞ് താഴെ വീണ് ചത്തുപോയി. അപ്പോൾ ഒരു പുതിയൊരു എഞ്ചിനീയർ വന്നു. അയാളൊരു നല്ല മനുഷ്യരായിരുന്നു. അയാൾ നോക്കിയപ്പോൾ പാങ്ങൾ വീണ് ചത്തുപോകും. അവരുടെ വീട്ടുകാരുടെ കരച്ചിലും, ഭാര്യ വിധവയായി, മക്കൾക്ക് അപ്പനില്ല. ഇയാൾക്ക് അതങ്ങ് വലിയ സങ്കടം, ദൈവമേ ഒരു വഴിയില്ല ഇങ്ങനെ ഈ വീണ് ചാവുന്നതിന്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയം കിട്ടി. അദ്ദേഹം ചെന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ലുക്ക് ഇതിങ്ങനെ ആൾക്കാർ വീണ് ചാവട്ടെ, അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൂടെ അല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം ഒരു ആശയം വെച്ചു. എന്താണെന്നറിയാം, നമുക്ക് ഈ പണി നടക്കുന്ന ഈ മൊത്തം ഏരിയയിൽ ഈ പാലം പണിഞ്ഞുകൊണ്ട് വരികയാണ്, അതിൻ്റെ അടിയിൽ ഒരു സേഫ്റ്റി നെറ്റ് അങ്ങ് വിരിക്കാം അല്ലേ, ഒരു വല അങ്ങ് അറ്റം വരെ വിരിക്കാം.
വിരിച്ചാൽ ഇനി ആരെങ്കിലും വീണാൽ വെള്ളത്തിൽ പോകത്തില്ല, ഈ വലയിൽ വീഴും. ഗവൺമെൻറ് പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ആ വല വന്ന ശേഷം പിന്നെ ഒറ്റയാളും വീണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ശരിയല്ലേ? ഇതുപോലെ ദൈവം നമുക്കൊരു സേഫ്റ്റി നെറ്റാണ് വിരിച്ച് തന്നിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാം, നേരെ ചെന്നാൽ നെറ്റിലോട്ടങ്ങ് ചാടുക. ഇല്ല, ജമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാംപൊലിൻ എന്നൊരു സാധനമുണ്ട്. അതെങ്ങനെ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. അതിൽ ചുമ്മാ ഒന്ന് കയറി നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി, പൊങ്ങി ചാടും. അയ്യോ, പിള്ളേർക്ക് അതേ ഇറങ്ങാൻ തോന്നത്തില്ല, ഇങ്ങനെ ചാടിയിരിക്കും. ഇന്ന് ഈ കൃപയെന്ന് പറഞ്ഞ സേഫ്റ്റി നെറ്റിൽ കിടന്ന് ചിലർ കിടന്നങ്ങ് ചാടുക. പല സഭകളും അങ്ങ് ചാടി അവർക്ക് ഈ നെറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. അതിന് ചിലർ പറയുന്നത്, നമ്മൾ ഈ പാപത്തിൽ വീഴുന്നു എന്ന് പറയുന്നില്ലേ, നമ്മൾ പാപത്തിൽ നിന്ന് എങ്ങോട്ടാണ് വീഴുന്നത്? ഈ കൃപയുടെ ഈ നെറ്റിലോട്ടായി, മെത്തപ്പുറത്താണ് വീഴുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാലേ കുഴപ്പമാണ്. ആ കൃപയ്ക്കൊരു ടൈം വെച്ചിട്ടുണ്ട്. ആ നെറ്റങ്ങ് മാറ്റും. നമ്മൾ ഈ നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചാടും, നേരെ വെള്ളത്തിലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ആ നെറ്റുണ്ട്, സ്തോത്രം. പക്ഷേ ആ നെറ്റിനെ നമ്മൾ എന്ത് ചെയ്യരുത്? മിസ്യൂസ് ചെയ്യരുത്, അത് തെറ്റായിട്ട് എടുക്കരുത്. ആ ദൈവത്തിൻ്റെ കരുണയാണ് അങ്ങനെ ഒരു നെറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത്. ഇത് ഇന്ന് മാത്രമല്ല, പൗലോസ് ഇത് റോമാലേഖനം എഴുതുമ്പോഴും ആ പ്രശ്നം ഉണ്ടായിരുന്നു. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ ഒരു നാളുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഇന്നാണ് അതിനെ നമ്മൾ ഹൈപ്പർ ഗ്രേസ് എന്നൊക്കെ ഇട്ട് വിളിക്കുന്നത്. അന്നും ഈ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തീത്തോസിൻ്റെ ലേഖനത്തിലൊരു വാക്യം, തീത്തോസ് 2-ാം അധ്യായം 11, 12, 13, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 11-13. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് ദൈവകൃപ. ഒന്ന് അടിവര ഇട്ടോണം. നിങ്ങൾ ചുമ്മാ ഈ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും മാത്രം അടിവരയിട്ട് കീറി, കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ബൈബിളാണെങ്കിൽ അവിടെ എല്ലാം വരയിട്ട് കീറി, ഇതൊക്കെ ഒന്ന് വടയരിട്. ഗ്രേസ് എന്താണ്? ആ ദൈവകൃപ എന്നെ ശിക്ഷിച്ചു വളർത്തുന്നു. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ഗോഡ്സ് ഗ്രേസ് ഡിസിപ്ലിൻസ് മീ. എത്ര വരുന്നത് വിശ്വസിക്കുന്നു? ദൈവകൃപ എന്നെ ഡിസിപ്ലിൻ ചെയ്യൂ. എന്നെ പാമ്പർ ചെയ്യത്ത് മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. അല്ല, ദൈവകൃപ എന്നെ ഡിസിപ്ലിൻ ചെയ്യും. എന്തിനായിട്ടാ? ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കേണ്ടതിന് ഈ ദൈവകൃപ എനിക്ക് വേണം. അപ്പോൾ ആ ദൈവകൃപ ചിലപ്പോൾ എന്ത് ചെയ്യും? ചില ശിക്ഷണം, ഡിസിപ്ലിൻ എന്നുള്ള വാക്ക് അത് നമുക്ക് തരും. അത് നമ്മുടെ അപ്പനായതുകൊണ്ടാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. ചില മലയാളത്തിലെ നമ്മുടെ പഴയ പാട്ടുകളിലെ അർത്ഥവ്യാപ്തി ഞാൻ ഓർക്കുകയാണ്. ഒരു പാട്ട് എഴുതിയൊരു പഴയ ബ്രദറിലെ ഒരു ലീഡർ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം വളരെ മലയാളികളായ ദൈവമക്കൾക്ക് ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് നമ്മളിന്ന് ക്രിസ്തീയ സഭകൾ ഏറ്റവും കൂടുതൽ പാടുന്നത്. ഞാൻ അനുഗ്രഹത്തിന് അധിപതിയെ തുടങ്ങി എല്ലാ നല്ല പാട്ടുകളും അദ്ദേഹം എഴുതിയാണ് ഞാൻ ചിലപ്പം പറയും. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, എന്താണെന്നറിയുമോ? ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. അല്ലേ? ബാലശിക്ഷ എൻ്റെ അപ്പനായിട്ട് തരും. അതുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ കുറവല്ലത് കാണിക്കുന്നത്. എന്നെ അത്രയ്ക്ക് എൻ്റെ അപ്പൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്നെ തിരുത്തുന്നത്. അല്ലേ? നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിയത്. നമുക്ക് ആ ശരിക്കും റെസ്റ്റ് വേണമെങ്കിൽ അപ്പനോട് ഇങ്ങനെ പിണങ്ങിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഹി ലവ്സ് മീ സോ മച്ച്, ദാറ്റ്സ് വൈ ഹീ ഈസ് ഡിസിപ്ലിനിങ് മീ എന്നുള്ള പഠിക്കണം. അതേപോലെ അദ്ദേഹം എഴുതിയ ആദ്യത്തെ പാട്ടിലൊരു ചരണമുണ്ട്, എന്താണ്? തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകയില്ല. കാരണം എന്താ? മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ ഈ മക്കളോട് അപ്പനമ്മമാരെങ്ങനെയാണ് സ്നേഹം പ്രകാശിപ്പിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും പിള്ളേർക്ക് സ്വിഗ്ഗി ഓർഡർ ചെയ്യുമ്പോഴാണ് സ്നേഹം കാണിക്കുന്നതെന്നാണ്. അല്ല, ചില അടിയൊക്കെ കൊടുക്കുമ്പം അത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. അല്ലേ? അങ്ങനെ അടി കൊടുക്കാത്ത അപ്പനമ്മമാരൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങളവരെ നശിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ. If God our Father disciplines us, how much more we need to discipline our children also. That shows that we love them.
നമ്മളവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം അവരെ ശിക്ഷിച്ച് ചിലപ്പോഴെങ്കിലും ശാസിച്ച് വളർത്തുന്നതാണ്. അതിന് ബൈബിളിൽ മലയാളത്തിൽ പറയുന്ന പാദം കൊള്ളാം, ബാലശിക്ഷ. ചസ്റ്റൈസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര മനസ്സിലാവുന്നില്ല. ബാലന്മാരായിരിക്കും കൊടുക്കുന്ന ശിക്ഷ. നമ്മളെല്ലാം ആ ശിക്ഷ മേടിക്കുന്നുണ്ടായിരിക്കും ഇപ്പം. പക്ഷേ അത് ഓർക്കണം, അത് നമ്മുടെ അപ്പൻ നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കുഞ്ഞുങ്ങളുള്ളവരോട് ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. സങ്കീർത്തനം 119 സങ്കീർത്തനം 9-11 വാക്യം, Psalm 119, 9 and 11. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. 12ാം ക്ലാസ് കഴിഞ്ഞ് പല കുട്ടികളും ഇപ്പം പഠിക്കാനൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങളെന്നും ഇതുപോലത്തെ ഒരു സഭയുടെ ഒരു സേഫ്റ്റിയിലും ഒന്നും ചിലപ്പോൾ ആയിരിക്കത്തില്ല. നിങ്ങളിനി എക്സ്പോസ്ഡ് ആവുക അല്ലേ. ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രലോഭനങ്ങൾ വരും. ലോട്ട് ഓഫ് ടെംപ്ടേഷൻസ് വിൽ കം, ലോട്ട് ഓഫ് ചാലഞ്ചസ് യു വിൽ ഫേസ്. ബട്ട് അവിടെയൊക്കെ ഓർത്തോണം, യു ഹാവ് ടു സ്റ്റോർ ഗോഡ്സ് വേർഡ് ഇൻസൈഡ്. നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം നിങ്ങൾ വചനം സംഗ്രഹിച്ചു വയ്ക്കുമോ അത്രത്തോളം അത് ഫലം പുറപ്പെടുവിക്കും. ഒരു നല്ല വിതയ്ക്കുന്ന വൃത്തം വന്ന് നല്ല വിത്ത് ഇങ്ങനെ വിതച്ച് പോയി. അത് ചിലത് വഴിയരിയിൽ വീണു, അപ്പോഴേ എന്ത് ചെയ്തു? കാക്ക കുത്തിക്കൊണ്ടുപോയി. വേറെ ചിലത് മുള്ളിനിടയിൽ വീണു, അത് ഞെരുങ്ങിപ്പോയി. വേറെ ചിലത് എന്ത് ചെയ്തു? പാറപ്പുറത്ത് വീണു, അതിന് വേരില്ലാതെ പോയി, അതും പോയി. പക്ഷെ നല്ല നിലത്ത് വീണത് മാത്രം 30, 60, 100 മേനി ഫലം തന്നു. ഇവിടെ ഓർക്കണം, ആ സോവർ വാസ് എ ഗുഡ് മാൻ, സംശയമൊന്നും വേണ്ട. സീഡ്സ് വെർ ഹൈ ക്വാളിറ്റി സീഡ്സ്, അതിനും സംശയം വേണ്ട. എന്തുമായിരുന്നു പ്രശ്നം? ഇറ്റ് വാസ് ദ ക്വാളിറ്റി ഓഫ് ദ സോയിൽ. ഈ മണ്ണിൻ്റെ അവസ്ഥയാണ് ഫലം എത്ര ഉണ്ടാവും എന്നുള്ളത് നിശ്ചയിക്കുന്നത്. ഇനി ഏതായി മണ്ണ്? യേശു പറഞ്ഞു, നമ്മുടെ ഹൃദയം. ഇതേത് ഹൃദയത്തിലാണ് വന്ന് വീഴുന്നത് അല്ലേ? നമ്മൾ കേൾക്കുന്ന ദൈവവചനം ഏത് ഹൃദയത്തിലാണ് വീഴുന്നത്? ആ ഹൃദയത്തിൻ്റെ നിലവാരത്തിനനുസരിച്ചിരിക്കും ആ വിത്ത് എത്രത്തോളം ഫലം നൽകുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാമോ കർത്താവിനോട്? കർത്താവേ, ചെറുപ്പക്കാരോട് ഒരു വാക്കുകൊണ്ട് ഒരു കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. 1 യോഹന്നാൻ 1 John 2:14. ഇവിടെ ഇരിക്കുന്ന ദൈവസഭയ്ക്ക് ഇത് വളരെ ബാധകമാണ്. 1 John 2:14. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ആദ്യം മുതലുള്ള പിതാക്കന്മാർ, ഇവിടെയുള്ള ആദ്യം മുതലുള്ള പിതാക്കന്മാർക്കുമായിട്ട് സ്തോത്രം. പക്ഷേ അടുത്തത്, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കണ്ടോ? യങ് പീപ്പിൾ, ചെറുപ്പക്കാരോട് എഴുതുമ്പം പ്രായമായ യോഹന്നാൻ അപ്പോസ്തലൻ പറയാ, ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങളെപ്പറ്റി ഭയങ്കര ദൈവത്തിന് നന്ദിയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ശക്തരാണ്, യു ആർ സ്ട്രോങ്. അടുത്തത്, ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും. അടുത്തത്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ അടുത്ത തലമുറ അവർ ശക്തരാണോ? ഒന്ന് പറഞ്ഞേ. നമ്മുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ശക്തരാണോ പ്രിയപ്പെട്ടവരെ? അടുത്തത്, അവർ ഈ പറഞ്ഞ പോലെ ദൈവവചനം അവരുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ പലപ്പോഴും ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങൾക്കൊരു ടെംപ്റ്റേഷൻ വരുമ്പം പരിശുദ്ധാത്മാവ് പെട്ടെന്ന് വാക്യം ഓർപ്പിച്ച് തരുമെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, അകത്ത് വാക്യം ഉണ്ടെങ്കിലല്ലേ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചാൽ നമുക്ക് ഓർമ്മ വരത്തുള്ളൂ. അകത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിനകത്ത് എന്ത് ഫീഡ് ചെയ്യുന്നു അതല്ലേ വരൂ എന്ന് പറഞ്ഞാൽ അകത്ത് വചനം. കുഞ്ഞുങ്ങളെ ഓർത്തോണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിലായാലും യൂത്ത് മീറ്റിങ്ങിലായാലും ഒക്കെ സഭയിലും ഒക്കെ വന്ന് കേൾക്കുന്ന വചനം എത്രത്തോളം അവർ സ്റ്റോർ ചെയ്യട്ടെ. കാര്യം നാളെ അവർക്ക് ജീവിതത്തിലേക്ക്, ലോകത്തിലേക്ക് ഇറങ്ങി പ്രലോഭനങ്ങൾ വരുമ്പം, പ്രതിസന്ധികൾ വരുമ്പം അവർ വീണു പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മ ഇവരുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന വചനത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. അന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പം അവരുടെ ഉള്ളിൽ ഇവിടെ വേണം സ്റ്റോക്ക്. അതിന്ന് കൊടുക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ മറ്റ് കറിക്കുലം, സിലബസ് കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. മോർ ദാൻ ദാറ്റ്, അവരുടെ അക്കാഡമിക് കാര്യങ്ങളെക്കാട്ടിലും അവരുടെ സ്പിരിച്വൽ നീഡാണ് ഈ ദൈവവചനം അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അതെത്രയും നിങ്ങൾ കൊടുക്കുന്നുവോ അത്രത്തോളം അവർ ദുഷ്ടനെ എതിർത്ത് നിൽക്കും, അത്രത്തോളം അവർ ശക്തരായിരിക്കും. അടുത്തത് എന്തു ചെയ്യും? അവർ ശക്തരാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര പ്രലോഭനം വന്നാലും അവർ, യേശു എങ്ങനെ പ്രലോഭനങ്ങളെ ജയിച്ചോ, യേശുവും നമ്മളെല്ലാവരും കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും കർത്താവും കടന്നു പോയിട്ടുണ്ട്. തൻ്റെ ബോയ്ഹുഡ്, തൻ്റെ യൂത്ത്ഹുഡ്, തൻ്റെ അഡൽട്ട്ഹുഡ്, ഇതെല്ലാം യേശുവും കടന്നു പോയതാണ്. പക്ഷേ 3 തരം പ്രലോഭനം, ഈ ജഡത്തിലുള്ള 3 പ്രലോഭനങ്ങളാണ്. കണ്ണിൻ്റേത്, ജഡത്തിൻ്റേത്, ജീവനത്തിൻ്റെ പ്രതാപം. ഇത് 3ഉമായിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നപ്പം ഈസി ആയിട്ട് യേശുവിനെ ജയിക്കാൻ പറ്റി. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്തു പറഞ്ഞു? ഈറ്റ്
ഇറ്റ് ഈസ് റിട്ടൺ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ പ്രലോഭനം വരുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുമോ? പറയണം പ്രിയപ്പെട്ടവരെ, പറയണം. പക്ഷെ ഒരു ചോദ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പറയണമെങ്കിൽ ഇന്ന് നമ്മളങ്ങനെ പറയുന്നവരാണോ? നമ്മൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെങ്ങനെ നന്നാക്കാൻ നടക്കുക. വാട്ട് അബൌട്ട് us? Do we have the word of God in our hearts? Do we kill the flesh, crucify the flesh by the Spirit of God? Do we say, the Lord is my strength? എൻ്റെ കർത്താവ് എൻ്റെ ബലം എന്ന് നമ്മൾ പറയുന്നവരാണോ? അതോ എന്നും മൈ ഫ്ലഷ് ഇസ് വീക്ക്, മൈ ഫ്ലഷ് ഇസ് വീക്ക് എന്ന് പറഞ്ഞിരിക്കുന്നവരാണോ? വീക്കായിട്ടുള്ള 5 കാര്യമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യമേ പറഞ്ഞുള്ളൂ. ബാക്കി എന്തെങ്കിലും കർത്താവ് സമയം അനുവദിക്കുമ്പോൾ പറയാം. മൈ ഫ്ലഷ് ഇസ് വീക്ക്, ഇത് മാത്രമേ കണ്ടുള്ളൂ. അടുത്തത് മൈ ഫെയ്ത്ത് ഇസ് വീക്ക്. ഒത്തിരി പേര് പറഞ്ഞു മൈ ഫെയ്ത്ത് ഇസ് വീക്ക്. ചിലർ പറയുന്നു മൈ പ്രെയർ ലൈഫ് ഇസ് വീക്ക്. ചിലർ പറയുന്നു മൈ ബ്രദർലി ലവ് ഇസ് വീക്ക്. എൻ്റെ സ്നേഹം, സഹോദര സ്നേഹം ഒത്തിരി ബലഹീനം. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇന്ന് വലിയൊരു പ്രശ്നം. അടുത്തത് നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? മൈ ബോഡി ഈസ് വീക്ക്. അതെല്ലാവരും പറയും. അതിപ്പോൾ നമ്മൾ ഇത് കഴിയുമ്പോൾ എല്ലാവരും കൈ കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ട്? അയ്യ, നടുവിന് ഭയങ്കര വേദന. അതെപ്പോഴും അങ്ങ് പറയുന്നത് അല്ലേ? ബോഡി ഈസ് വീക്ക് എന്നുള്ളത് എല്ലാവരും പറയും. പക്ഷേ മൈ ഫെയ്ത്ത് ഇസ് വീക്ക്, മൈ പ്രെയർ ലൈഫ് ഇസ് വീക്ക്, മൈ ബ്രദർലി ലവ് ഇസ് വീക്ക്. ഇതൊന്നും നമ്മൾ കൺഫസ് ചെയ്യുന്നുമില്ല. അതിന് ദൈവകൃപ നമ്മൾ ചോദിക്കുന്നുമില്ല. കണ്ണടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ വന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. ഞങ്ങളത് ഏറ്റെടുക്കുന്ന കർത്താവ്, വചനം കേട്ടും വചനം പറഞ്ഞും പ്രസംഗിച്ചും ഞങ്ങൾ കർത്താവെ ഞങ്ങളെ തന്നെ ചതിക്കാതെ ഞങ്ങൾ ഈ കേട്ട വചനം ഞങ്ങൾ ഏറ്റെടുത്ത് അത് കർത്താവെ നല്ല നിലത്ത് വീണ വചനമായി അത് 30, 60, 100 മേനി വിള തരുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സമൃദ്ധിയായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ.